വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലിലെ ടിപ്സ് ഫോളോ ചെയ്തിട്ട് ഫിസിക്കൽ കോൺടാക്റ്റ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി തന്നെ 10 മിനിറ്റിനകത്ത് തന്നെ ടിപ്സ് ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്തെല്ലാം ടിപ്സാണ് ഫോളോ ചെയ്തത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 3 കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ടും പ്രഗ്നൻ്റ് ആകുന്നില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് 3 കാര്യങ്ങളും ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാധാരണയായിട്ട് നമ്മൾ ഓവുലേഷൻ നടക്കുന്ന സമയത്തും ഫെർട്ടൈൽ ടൈം പീരീഡിലുമാണ് ഏറ്റവും കൂടുതൽ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്നത്. ഈ സമയങ്ങളിൽ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത ബാക്കിയുള്ള എല്ലാ സമയങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലായിരിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സാധാരണയായിട്ട് ഡോക്ടേഴ്സൊക്കെ പറയുന്നത് ഏകദേശം സെമൻ ആ ഒരു വജൈനയുടെ ഓപ്പണിംഗ് വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് അതിന് സ്വിം ചെയ്ത് അകത്തേക്ക് പോകാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്നാണ്. ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷന്റെ സ്പേം തീർച്ചയായിട്ടും വജൈനയുടെ അകത്തോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ പാൻറ്റീസിൽ ആകുന്നുണ്ടെങ്കിൽ കൂടി തന്നെ ആ സെമന് വരെ ട്രാവൽ ചെയ്തിട്ട് അകത്തേക്ക് നമ്മുടെ ആ ഒരു ഫലോപ്പിയൻ ട്യൂബിലോട്ട് യാത്ര ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇത് ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുമ്പോഴേക്കും ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെന്റുകൾ എടുക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അതല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾ ഒന്നും എടുക്കാതെയും വർഷങ്ങളായിട്ട് പ്രഗ്നന്റ് ആകാത്ത ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ഇതിനോടൊപ്പം ഫിസിക്കൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു ഏകദേശം നമ്മുടെ ആ ഒരു 15 മിനിറ്റ്സ് ഫിസിക്കൽ കോൺടാക്ട് കഴിഞ്ഞിട്ടുള്ള ഒരു 15 മിനിറ്റ്സിന്റെ ആ ഒരു ടൈമിലാണ് ഏകദേശം ഇതിനകത്തേക്ക് പ്രവേശിച്ചു പോകുന്നത്. ഈ സമയത്തേക്ക് അതിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്തോ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമോ നമ്മുടെ ഹിപ്പിലായിട്ട് ഒരു പില്ലോ വെച്ച് കൊടുക്കുക. ഹിപ്പിൽ പില്ലോ വെക്കുമ്പോഴേക്കും നമ്മൾ നേരെ ഒരു സ്ലൈഡിന്റെ പോർഷനിലായിരിക്കും നമ്മുടെ ഒരു ബോഡി പോകുന്നത്. അതായത് നമ്മൾ നേരെ ഇപ്പോൾ ഒരു സീസോ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, സീസോ ഡൗൺവേർഡ് ആയിട്ടുള്ള ഒരു പോർഷനിൽ പോയില്ലേ, ഇതേ ഡൗൺവേർഡ് ആയിട്ടുള്ള ഒരു പോർഷനിലായിരിക്കും ഹിപ്പിന്റെ അടിയിലായിട്ട് നമ്മളൊരു പില്ലോ വെക്കുമ്പോഴേക്കും നമ്മുടെ ശരീരം പോകുന്നത്. അങ്ങനെ ആകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കരമായിട്ട് കൂടാൻ വേണ്ടിയിട്ട് അതൊരു സപ്പോർട്ട് കൊടുക്കുന്നു. അങ്ങനെ നിങ്ങൾ ബ്ലഡ് സർക്കുലേഷനിൽ നിൽക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ നല്ലതുപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക. ഉള്ളിലോട്ട് ശ്വാസം നല്ല ശക്തിയിൽ വലിച്ച് സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫോഴ്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. നല്ല ഹാർഡായിട്ട് ഈ ഒരു സൗണ്ട് നിങ്ങൾക്ക് വരുന്ന രീതിക്ക് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക. ദെൻ സ്ലോലി നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇത് ഒരുപാട് നേരം എയർ നമ്മുടെ വായു ശരീരത്തിൽ നിൽക്കുന്നതിനും സ്ലോലി അത് ബ്രീത്ത് ഔട്ട് ആയിട്ട് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നു. ഇത് ആ സെമന് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്ത് ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കര ഇംപ്രൂവ് ആയിട്ട് ശരീരത്തിൽ ഉണ്ടാകുന്നതിന് പോയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇത് കൊടുക്കുന്നു. ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പലരും ഹിപ്പിന് അടിയിലായിട്ട് പില്ലോ വെക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ആ ഒരു പൊസിഷൻ ചെയ്യുമ്പോൾ അങ്ങോട്ട് കംഫർട്ടബിൾ ആയിരിക്കില്ല, കാരണം ഒട്ടും എൻജോയബിൾ ആയിക്കൊള്ളണമെന്നില്ല ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രോസസ്സ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയാലും സ്ത്രീകൾ പ്രഗ്നന്റ് ആകും. പക്ഷെ അത് എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം ആ ഒരു പ്രോസസ്സ് കൂടുതൽ എൻജോയബിൾ ആക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അതുമായിട്ടൊന്ന് റിലാക്സ്ഡ് ആവുന്നു. കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഹൈക്കിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷനിൽ എത്തുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും, സ്ട്രെസ് ഫ്രീ ആയിരിക്കും. നമ്മളിപ്പോൾ രാത്രിയാണ് ചെയ്യുന്നതെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഉറക്കം കിട്ടും, നമുക്ക് എൻജോയ് നമ്മുടെ ബോഡി ഫുൾ ഹാപ്പി ആയിരിക്കും. ഈ സമയത്ത് ഫെർട്ടിലൈസേഷൻ നടക്കാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് എൻജോയബിൾ ആകാൻ വേണ്ടിയിട്ട് ഹിപ്പിന്റെ അടിയിൽ പില്ലോ വെക്കുന്നത് സാധിക്കുന്നില്ല, അതിനൊരു തടസ്സമാകുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ അതല്ലാതെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി ഇജാക്കുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഹിപ്പ് ഒന്ന് പൊക്കി കൊടുക്കുക, നിങ്ങളുടെ കാലിന്റെ ആ ഒരു നടുവിന്റെ ഭാഗം ഒന്ന് പൊക്കി കൊടുക്കുക, ഹസ്ബൻഡിനോടൊന്ന് പില്ലോ വെച്ച് തരാനായിട്ട് പറയുക. അപ്പൊ ആ ഒരു പൊസിഷനിൽ കറക്റ്റ് ആയിട്ട് ഒരു ഡൗൺവേർഡ് പൊസിഷനിൽ നമ്മുടെ ബോഡി കിട്ടും. അതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ്. ഒരു 15 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഓപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. രണ്ടാമത് നിങ്ങൾ ചെയ്യാൻ കഴിയുന്നതാണ് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്. ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. നമ്മൾ നിൽക്കുന്നതിന്റെ ആ ഒരു വോൾ നമുക്ക് ചുറ്റും ഉണ്ടെങ്കിൽ അടുത്തുണ്ടെങ്കിൽ വോളിലോട്ട് നിങ്ങളുടെ കാല് രണ്ടും ഉയർത്തി ഏകദേശം ഒരു 90 ഡിഗ്രിയിൽ, നമ്മൾ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഒരു 7 എഴുതുന്നത് പോലെയുള്ള ഒരു രീതിക്ക് നിങ്ങൾ നിങ്ങളുടെ ബോഡി സെറ്റ് ചെയ്യുക. കറക്റ്റ് നമ്മുടെ ഒരു തൊടയുടെ പോർഷൻ ആ ഒരു മതിലിനോട് ചേർന്ന് നമ്മൾ വെക്കുക. ആ സമയത്തും ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, ദെൻ സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഈ ഒരു പെർഫോമൻസും നിങ്ങളൊരു 15 മിനിറ്റ്സ് എങ്കിലും തുടരാനായിട്ട് നോക്കുക. ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് വോൾ ഇല്ലാതെ തന്നെ ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ട്, അതായത് ഓൾറെഡി യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട്.
ഇങ്ങനെയുള്ള ആളുകൾക്ക് കാല് നല്ലതുപോലെ ഒന്ന് ബാലൻസ് ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ ഒരു 90 ഡിഗ്രിയിൽ നിങ്ങൾക്ക് നിൽക്കാവുന്നതാണ് കേട്ടോ. അതും നിങ്ങളുടെ ആ ഒരു ഫെർട്ടിലൈസേഷൻ ആകാനായിട്ടുള്ള ചാൻസസ് സപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ ഇങ്ങനെ ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ശരീരത്തിൽ ഒരുപാട് എയർ സർക്കുലേഷൻ എയർ പാസേജ് ഉണ്ടാവുന്നു. അത് നമ്മൾ നോർമലി പോകുന്നതിനേക്കാളും നമ്മുടെ ലങ്സ് ഒക്കെ നല്ലതുപോലെ വികസിച്ചിട്ട് ആ ഒരു ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും നടക്കുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് ഫെർട്ടിലൈസേഷൻ ഇംപ്രൂവ് ആവാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്ന രണ്ടാമത്തെ മെത്തേഡാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് ബ്രിഡ്ജ് പോസ് ആണ്. ഈ ബ്രിഡ്ജ് പോസ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കിടക്കുന്ന ആ ഒരു ബെഡിൽ തന്നെ നമ്മുടെ 2 കാലുകളും കുത്തി നിർത്തുക. ദെൻ നമ്മുടെ ബോഡി നേരത്തെ ആ ഒരു ഡൗൺവേർഡ് പോർഷനിൽ പോകുമല്ലോ, ആ ഒരു പോർഷനിൽ നമ്മുടെ ബോഡി അങ്ങോട്ട് വെക്കുക. നമ്മൾ നേരെ മലർന്ന് കിടക്കുക, നമ്മുടെ കാല് കുത്തി വെക്കുക, നമ്മുടെ ഹിപ്പും അതിനനുസരിച്ചിട്ട് ഒന്ന് പൊക്കി കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളമാണോ പൊക്കാൻ പറ്റുന്നത് അത്രത്തോളം നിങ്ങൾ പൊക്കിയാൽ മതി. ഒരുപാട് ഹെവി ആയിട്ടൊന്നും നിങ്ങൾ പൊക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക. ഇതും നേരെ ആ ഒരു ഡൗൺവേർഡ് പോർഷനിൽ പോകുന്നത് കൊണ്ട് സെമന് കൃത്യമായിട്ട് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു സപ്പോർട്ട് ശരീരത്തിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ഒപ്പം നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷനും നല്ല എഫക്റ്റീവായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതും നിങ്ങൾ കഴിയുന്ന അത്രയും ഭാഗത്തിന് മാത്രം നിങ്ങളുടെ ഹിപ്പ് പൊക്കി വെച്ചാൽ മതി. ഒരുപാട് ഹൈറ്റിലൊന്നും നിങ്ങൾ ഹിപ്പ് പൊക്കി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെർട്ടിലിറ്റി എക്സസൈസ് ആണ്. ഫെർട്ടൈൽ ടൈം പീരീഡിൽ നിങ്ങൾ എപ്പോഴൊക്കെയാണോ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് 3 നിങ്ങൾ മാറി മാറി ആ സമയത്ത് ചെയ്യേണ്ട, നിങ്ങൾ ഒട്ടും വെപ്രാളപ്പെടേണ്ട. ആ സിറ്റുവേഷൻ എൻജോയ് ചെയ്ത്, അതായത് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പെർഫോമൻസ് എക്സസൈസ് നല്ലതുപോലെ എൻജോയ് ചെയ്തിട്ട് കാമായിട്ട് നിങ്ങളിപ്പോൾ ഇത് കോണ്ടാക്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ ഈ പറഞ്ഞ ഒരു 3 ടൈപ്പ് മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഏത് മെത്തേഡാണോ, അതായത് ഹിപ്പിൽ പില്ലോ വെക്കുന്നതാണോ, ഗപ്ത ബോളാണോ അല്ലെങ്കിൽ ബ്രിഡ്ജ് പോസ് ആണോ ഏറ്റവും എഫക്റ്റീവ്, ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയാകും. ഇത് 3 കൂടി ഒരുമിച്ച് ചെയ്യേണ്ട ആവശ്യം ഒട്ടുമില്ല കേട്ടോ. മെജോറിറ്റി ആളുകളും പ്രിയോറിറ്റൈസ് ചെയ്യുന്നത് നമ്മുടെ ലെഗ് അപ് ദ വോൾ എക്സസൈസിനെയാണ്. ഒരുപാട് എഫേർട്ട് ഒന്നും നമ്മൾ ഇടണ്ടാത്ത ടൈപ്പ് എക്സസൈസ് ആണിത്. ഇത് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടിനും കൂടി ആയിരിക്കണം കേട്ടോ. ചില വിഭാഗത്തിൽ പെടുന്ന ആളുകൾ ഇങ്ങനെ എക്സസൈസ് ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ നേരെ അങ്ങ് നീണ്ടു നിവർന്ന് വലത്തെ സൈഡിലോ ഇടത്തെ സൈഡിലോ കാല് വെച്ചിട്ട് നമ്മൾ കിടക്കാറുണ്ട്, റിലാക്സ്ഡ് ആയിട്ട് കിടക്കാറുണ്ട്. ആ ഒരു മെത്തേഡ് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ഫോളോ ചെയ്യുന്നിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല, നിങ്ങൾ പ്രഗ്നന്റ് ആകുന്നില്ല എങ്കിൽ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് മാറ്റം വരുത്തി കൊണ്ടുവന്ന് നോക്കുക. കാരണം ഒരുപാട് ട്രീറ്റ്മെന്റുകൾ നമ്മൾ എടുത്താലും ഈ രീതിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്കത് റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ ഒരുപാട് പേർക്കൊരു സംശയമുണ്ട്, കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രഷ് ആയി വന്നിട്ടാണോ ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. ഒട്ടുമല്ല. കോണ്ടാക്ട് ഇജാക്കുലേഷൻ സംഭവിക്കുന്ന ആ ഒരു പോയിന്റ് ഓഫ് ടൈം മുതൽ നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യണം. നിങ്ങൾ ബാത്റൂമിൽ പോയി ഫ്രഷ് ആയി വന്നിട്ട് ഈ എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും നമുക്ക് അവിടെ ഫെർട്ടിലൈസേഷൻ ആവാനായിട്ട് ഫെലോപ്പിയൻ ട്യൂബിനകത്തേക്ക് നമ്മുടെ സെമന എത്തിയിട്ടുണ്ടാകും. അത്രയും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 15 മിനിറ്റ്സ് ആ ഇമ്മീഡിയറ്റ്ലി ഇജാക്കുലേഷൻ കഴിഞ്ഞിട്ട് ആ ഒരു 15 മിനിറ്റ്സിനകത്ത് നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യുക. 15 മിനിറ്റ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂറിനേറ്റ് ചെയ്യാവുന്നതാണ്. മസ്റ്റായിട്ട് നിങ്ങൾ യൂറിനേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട്, മറ്റുള്ള ടൈപ്പ് ഇൻഫെക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ടും ചാൻസ് ഉണ്ട്. കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ഇന്റിമേറ്റ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു സെമൻ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ലിക്വിഡ് പുറത്തേക്ക് വരാനായിട്ട് സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇച്ചിങ് ഉണ്ടാകാം, ഇറിറ്റേഷൻ ഉണ്ടാകാം. അപ്പൊ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് നല്ലതുപോലെ ആ ഒരു പോർഷൻ നല്ല വെള്ളം അടിച്ചിട്ട് നിങ്ങൾ കഴുകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒപ്പം നിങ്ങൾ യൂറിനേറ്റ് ചെയ്യാന്നുള്ള കാര്യം കൂടി മസ്റ്റ് ആയിട്ട് ഉറപ്പുവരുത്തണം. ഈ 3 എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ ഒരു കൃത്യമായിട്ട് ഒരു സെമൻ ഒരു പാത്ത് ഒരുക്കി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ ബെനിഫിറ്റ്. മൂന്നാമത്തെ ബെനിഫിറ്റ് ലീക്കേജ് മെജോറിറ്റിയും പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നതാണ്. കാരണം നമ്മൾ ആ ഒരു പൊസിഷനിൽ കിടക്കുമ്പോഴേക്കും നമ്മുടെ ബോഡി ഡൗൺവേർഡ് ആയതുകൊണ്ട് തന്നെ ലീക്കേജ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. ലീക്കേജ് ഒട്ടും തന്നെ ഉണ്ടാവില്ല എന്നല്ലാട്ടോ ഉദ്ദേശം. ലീക്കേജ് നമുക്ക് ഉണ്ടാകും. വളരെ ക്വാളിറ്റി കുറഞ്ഞ സെമൻ നമുക്ക് പുറത്തേക്ക് വരും. സെമന് ചുറ്റും ഉണ്ടായിരുന്നുള്ള ആ ലിക്വിഡ് പുറത്തേക്ക് വരും. ഒപ്പം നമ്മുടെ സെർവിക്കൽ മ്യൂക്കസും കൂടി മിക്സഡ് ആയിട്ടുള്ള ലിക്വിഡ് ആയിരിക്കും നമുക്ക് പുറത്തേക്ക് വരുന്നത്. അത് നമ്മുടെ പാൻറ്റീസിൽ ഇന്നത്തെ രാത്രി നിങ്ങൾ ചെയ്യുമ്പോൾ ഇന്ന് രാത്രിയും നാളെ രാവിലെ വരെയൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അത് കണ്ടിട്ട് മുഴുവനും പുറത്തേക്ക് വന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാ സെമൻ ഇജാക്കുലേഷൻ സംഭവിച്ച് മില്യൺസ് ഓഫ് സെമൻ അകത്തേക്ക് പ്രവേശിച്ചാലും അതിൽ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞതുണ്ടാകും. അതായിരിക്കും പുറത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ സെമന്റെ ആ ഒരു ലീക്കേജ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആയിരിക്കും.
ഒപ്പം ഹസ്ബൻഡിന്റെ സെമൻ അനാലിസിസ് നടത്തിയിട്ട് മോട്ടിലിറ്റി കുറവോ അല്ലെങ്കിൽ സെമൻ എന്തെങ്കിലും മറ്റുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ്സ് കണ്ണും പൂട്ടി ഫോളോ ചെയ്യാവുന്നതാണ്. എല്ലാ ഫോർട്ടൈൽ ഡേയ്സിലും നിങ്ങൾ ഈ മെത്തേഡ്സ് എത്ര തവണ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്നുണ്ടോ അത്രയും തവണ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതെല്ലാം ഫെർട്ടിലിറ്റി എക്സസൈസിന്റെ കാറ്റഗറിയിൽ പെടുന്നവയാണ്. ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫെർട്ടിലിറ്റി യോഗയാണിത്. യോഗ കൊണ്ട് നമുക്ക് ഇന്ന് എന്തും സാധിക്കും, അങ്ങനെയുള്ള ഒരു രീതിക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫോളോ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടി നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഉറപ്പുവരുത്തണം, നിങ്ങളുടെ മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കണം. യോഗ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സ്ട്രെസ്ഫുള്ളിൽ നിന്നിട്ട് ദൈവമേ പുറത്തേക്ക് വരുമോ, ഇത്തവണെങ്കിലും പ്രഗ്നൻസി ആകുമോ, അല്ലെങ്കിൽ താഴെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ജോലി ചെയ്യണമല്ലോ, അങ്ങനെയൊക്കെ ആലോചിച്ച് നിങ്ങൾ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആവരുത്. നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും നിങ്ങൾ ചെയ്യുന്നതിന് സമയത്ത് നിങ്ങളും നിങ്ങളുടെ നേച്ചറും മാത്രം അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ ഒരു പരിസ്ഥിതി മാത്രം നിങ്ങൾക്കുള്ളൂ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ കൂളായിട്ടിരുന്നിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.